നാട്ടിലെ ധനികനായൊരു മനുഷ്യൻ, വലിയ തിരക്ക് പിടിച്ച മനുഷ്യനാണ്. ഒരുപാട് സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, ആർഭാടമുണ്ട്, വലിയ വീട്, ഭാര്യ, മക്കൾ ഒക്കെയുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു 11 മണി 12 മണി ആയിട്ടുണ്ടാവും. പതിവ് പോലെ അദ്ദേഹം വീട്ടിലെത്തി, കണക്കുകളൊക്കെ നോക്കിയിരുന്നു. അവിടെ വിളമ്പി വെച്ചിരുന്ന ഭക്ഷണം കഴിച്ചു. ഭാര്യയും മക്കളുമൊക്കെ ഉറങ്ങിപ്പോയിരുന്നു. ഏകാന്തനായിരുന്ന് വീണ്ടും വീണ്ടും ബിസിനസിനെ കുറിച്ച് ഓർത്ത് അദ്ദേഹം കിടക്കാൻ വേണ്ടി പോയി, ഉറങ്ങാൻ വേണ്ടി പോയി. പക്ഷെ ഉറക്കം കിട്ടുന്നില്ല, തീരെ ഉറക്കം കിട്ടുന്നില്ല. പല ചിന്തകൾ അദ്ദേഹത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുകയാണ്. അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ് വീടിന്റെ ടെറസിന്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. സമയം ഏകദേശം പാതിരാത്രി കഴിഞ്ഞ് 1 മണിയായിട്ടുണ്ട്. അപ്പോഴാണ് ഒരു സംഭവം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കടത്തിണ്ണയിൽ ചാക്ക് വിരിച്ചു കിടന്ന് സുഖമായി ഉറങ്ങുന്ന ഒരു നാടോടി കുടുംബം. അവർ സുഖമായി ഉറങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ ഉറക്കം കണ്ട് ഇദ്ദേഹം അത്ഭുതപ്പെട്ടു. പതുക്കെ ഒരു 25,000 രൂപയുടെ കെട്ടുമെടുത്തുകൊണ്ട് അദ്ദേഹം ഇറങ്ങി വന്നു. ആ കുടുംബത്തെ വിളിച്ചുവിട്ടു. അവർ പേടിച്ച് ഭയന്ന് എഴുന്നേറ്റു. എന്താ സാറെന്ന് ചോദിച്ചു. നിങ്ങൾ എങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്? വീടില്ല, തലയണയില്ല, ബെഡില്ല, കട്ടിലില്ല, അടച്ചുറപ്പുള്ള ഒന്നുമില്ല. ചീറിപ്പായുന്ന വണ്ടികൾ, കാറ്റും പൊടിയും, ഇതൊന്നും നിങ്ങളുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്നുമില്ല, കെടുത്തുന്നുമില്ല. അതിന്റെ രഹസ്യമൊന്ന് പറഞ്ഞു തരാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ തമാശ പറഞ്ഞും നർമ്മം പറഞ്ഞും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും എല്ലാ വർത്തമാനങ്ങളും പറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം കിട്ടും. പക്ഷെ നിങ്ങൾക്കതില്ലല്ലോ. നിങ്ങൾക്ക് ഭാര്യയോടൊത്ത് ഇരിക്കാൻ സമയമില്ല, മക്കളോടൊത്ത് ഇരുന്നൊന്ന് വർത്തമാനം പറയാനും തമാശ പറയാനും ഒട്ടും നേരമില്ല. നിങ്ങൾ ഓട്ടമാണ്, സമ്പാദ്യത്തിന് വേണ്ടിയുള്ള ഓട്ടം, പണത്തിന് വേണ്ടിയുള്ള ഓട്ടം, ബിസിനസ് കരുപ്പിടിക്കാനുള്ള, വർദ്ധിപ്പിക്കാനുള്ള ഓട്ടത്തോടെ ഓട്ടം. നിങ്ങൾ വീട്ടിൽ വന്നു കയറുമ്പോൾ അവരെല്ലാം ഉറങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് മിണ്ടാനും പറയാനും നേരമില്ല. നിങ്ങളുടെ ചിന്ത മുഴുവനും സമ്പാദ്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടത് എന്ന് അവർ മറുപടി പറഞ്ഞപ്പോൾ 25,000 രൂപയുടെ കെട്ട് ആ നാടോടികൾക്ക് അദ്ദേഹം സമ്മാനമായി കൊടുത്തു. പക്ഷെ അവരത് വാങ്ങിയില്ല. ഒരുപാട് നിർബന്ധിച്ചിട്ടും അവർ വാങ്ങിയില്ല. എന്തുകൊണ്ട് നിങ്ങൾ വാങ്ങുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ നോട്ടുകെട്ടുകളാണ് നിങ്ങളുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തിയത്. നിങ്ങളുടെ ജീവിതത്തിന്റെ സമാധാനം തന്നെ ഇല്ലാതാക്കിയത് ഈ പണത്തിന്റെ കൊഴുപ്പും ഈ കെട്ടുമാണ്. ഇത് ഞങ്ങളുടെ കൈകളിലേക്ക് തന്നാൽ ഇത് ഈ ചാക്കിന്റെ അടിയിലേക്ക് വെക്കും. ഞങ്ങളുടെ ഉറക്കവും നഷ്ടപ്പെടും, ഒരുപക്ഷെ ഞങ്ങളുടെ ജീവനും നഷ്ടപ്പെടും. അതുകൊണ്ട് സാർ അത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. നോക്കുക സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് ഇമാം ബുഖാരി റഹിമഹുമുള്ള സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലൈസൽ ഗിന അൻ കസറത്തിൽ അർള് വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. എല്ലാ സൗകര്യങ്ങളും, എല്ലാ സമ്പന്നതയും, സമ്പത്തും ധനവും വർദ്ധിക്കുന്നത് കൊണ്ടല്ല യഥാർത്ഥത്തിലുള്ള മനസ്സമാധാനം. വലാകിന്നൽ ഗിന, യഥാർത്ഥത്തിലുള്ള സമ്പന്നത ഗിനൻ നഫ്സ്, മനസ്സിന്റെ സമ്പന്നതയാണ്, മനസ്സിന്റെ സ്വസ്ഥതയാണ്, മനസ്സിന്റെ ശാന്തിയാണ് യഥാർത്ഥത്തിലുള്ള സമ്പന്നത. പണം സമാധാനം തരുമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവർ അബദ്ധത്തിലാണ്. സമ്പത്തും സൗകര്യങ്ങളും ആർഭാടങ്ങളും ജീവിതത്തിന് സുഖം തരും എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ മണ്ടത്തരമാണ്. പണമില്ലാതെയും കിടന്നുറങ്ങാം, സമ്പത്തുമില്ലാതെയും ആഹ്ലാദിക്കാം, പണക്കൊഴുപ്പുമില്ലാതെയും ജീവിതം എൻജോയ് ചെയ്യാം. പണം കൂടുന്തോറും സമാധാനം നഷ്ടപ്പെടുന്നു. പണം എത്ര കുറയുന്നോ അത്രയും സ്വസ്ഥതയുണ്ടാവുന്നു എന്നാണ് ഈ ഹദീസ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഈ കഥ നമുക്ക് നൽകുന്ന പാഠം.